ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബേക്കിംഗ് ടിന്ന് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇതുപോലെ ഓയിൽ തേച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലും അടിഭാഗത്തുമായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബേക്കിംഗ് ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. മൈദ എടുക്കുമ്പോൾ ലെവൽ ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാനിവിടെ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കൊക്കോ പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായി അരിച്ചെടുക്കണം. കൊക്കോ പൗഡറിന് നന്നായിട്ട് കട്ടയൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള 4 മുട്ടയാണിത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നന്നായിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ യെല്ലോ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്നും ഇതിനായിട്ട് ഉപയോഗിക്കരുത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഹാൻഡ് മിക്സർ വെച്ചിട്ട് തന്നെ ഇതൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഹാൻഡ് മിക്സർ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ചെറിയ സ്പീഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്, അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ബേക്കിംഗ് ടിന്നിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ഇതൊന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ
40 മിനിറ്റാണ് ഞാനിവിടെ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചായിരിക്കും ബേക്കിംഗ് ടൈം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. കേക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്വയർ വെച്ച് ഇതുപോലെ കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വന്നാൽ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിൽ നിന്നും മാറ്റാം. ഇനി ഇതിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ആയി വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ അങ്ങ് മാറ്റിക്കളയാം. ഇനി നമ്മുടെ കേക്ക് തണുക്കാനായിട്ട് വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇനി നമ്മുടെ കേക്ക് ക്രീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് എപ്പോഴും വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ഇതുപോലെ നോൺ ഡയറി വിപ്പിംഗ് ക്രീം എടുക്കാനായിട്ട് നോക്കുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചത് വെച്ചിട്ട് നല്ലൊരു ക്രീമായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് വേണം. ഇത് ബേക്കിംഗ് ചോക്ലേറ്റ് ആണ്. ഇതില്ലെങ്കിൽ ഡയറി മിൽക്ക് പോലുള്ള ചോക്ലേറ്റൊക്കെ ഉപയോഗിച്ചാലും മതി. പിന്നെ ഞാനിവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒരു കുപ്പിയിലെടുത്തിട്ടുണ്ട്. ഇതുപോലെ 1-2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ കുറച്ച് ചെറീസ് ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലേസ്ഡ് ചെറിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മുഴുവനായിട്ടുള്ള ചെറീസും എടുത്തിട്ടുണ്ട്. കേക്കിന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഇതിലെ ഈ വലിയ ഹോളിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി അതില്ല എങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ടും നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഒന്ന് ഇതിന് മുകളിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചോക്ലേറ്റ് മുഴുവനായിട്ടും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാനായിട്ട് അതിന് വേണ്ട ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. 1-2 മണിക്കൂർ നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കണം. ഇനി ഈ ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം സ്പീഡിൽ തന്നെ നമുക്കിത് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. എന്നിട്ട് പതുക്കെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ബൗളും ബ്ലേഡ്സും ഒന്നും തണുപ്പിച്ചിട്ടില്ലെങ്കിൽ ബൗളിന് അടിയിലായിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് ഐസ് വാട്ടർ എടുത്ത് അതിന് മുകളിൽ വെച്ച് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഒരു സ്പാച്ചുലയിൽ ഇതുപോലെ എടുത്ത് ഇങ്ങനെ കുടഞ്ഞ് നോക്കിയാൽ താഴേക്ക് പോകാനായിട്ട് പാടില്ല. ഇതാണ് വിപ്പിംഗ് ക്രീമിൻ്റെ പരുവം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ടേൺ ടേബിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടേൺ ടേബിളൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒരു ബൗൾ വെച്ച് അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടും ഐസിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
ഞാനൊരു നൂല് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്ത ഭാഗത്തൂടെ നൂല് വെച്ച് നമ്മൾ കെട്ടുന്നത് പോലെ ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ 3 ലെയറായിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ടേൺ ടേബിളിന് മുകളിൽ ഞാനൊരു കേക്ക് ബേസ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിന് മുകളിലായിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം. കേക്ക് നന്നായിട്ട് തന്നെ നനയണം. അപ്പോഴേ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നത് പോലുള്ള ആ ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇതിന് മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം കനത്തിൽ തന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചെറീസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറീസൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയർ കേക്ക് കൂടെ വെക്കാം. ഇനി ഇതും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം. അതിന് മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അതിന് മുകളിലായിട്ട് ബാക്കി വന്നിട്ടുള്ള ചെറി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ കൂടെ കേക്ക് അതിന് മുകളിലായി വെച്ച് കൊടുക്കാം. ഇതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കണം. കേക്ക് മുഴുവൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ സൈഡിലൂടെ എല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ചോക്ലേറ്റ് എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ബാക്കി വന്നിട്ടുള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് സ്പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള സ്പ്രിങ്കിൾസാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഇതിന് മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഫ്ലവേഴ്സിന് മുകളിലായിട്ട് ചെറീസ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇത് മുറിച്ചെടുക്കാൻ. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന കേക്കിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിനും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസിനായി ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. താങ്ക് യു.